ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റീറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ ഡേറ്റ ഇൻഫ്ലേഷൻ പോസിറ്റീവാണ്, അമേരിക്കൻ ഇൻഫ്ലേഷൻ കുറച്ച് മോശമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ രണ്ടും കെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു തേങ്ങ അല്ലെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത വിഗറസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയും നടന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളെ ലെവൽ ട്രേഡിംഗ് പ്രകാരമുള്ള കൃത്യമായി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് ഇറങ്ങി. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റിന്റെ അവിടെ വന്ന് തിരിച്ചു കയറുകയും ചെയ്തു. അതേപോലെ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ് ബെയറിഷ് റെഫറൻസ് പൊട്ടി, ഫസ്റ്റ് ടാർഗറ്റ് വന്നു, സെക്കൻഡ് ടാർഗറ്റിന്റെ കുറച്ച് ഭാഗത്ത് വന്ന് തിരിച്ച് കയറി ബെയറിഷ് റെഫറൻസ് ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്കും പോയി. ചുരുക്കി പറഞ്ഞാൽ വളരെ മാരകമായ സ്റ്റോപ്പ് ലോസുകൾ പലർക്കും അടിച്ചു എന്നാണ് അറിവിട്ടത്. അടിപൊളി സന്തോഷത്തോട് പറയാണ്, ഇന്ന് നമുക്കിന്ന് പ്രോഫിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു. നമ്മൾ ബെയറിഷ് റെഫറൻസ് സൈഡിൽ പൊസിഷൻ എടുത്തു, ആ പൊസിഷൻ എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അവിടെ അങ്ങ് ചുമ്മാ ഇരുന്നു. പിന്നെ തിരിച്ച് റിവേഴ്സൽ ഒരു ട്രേഡ് നമ്മൾ പറയത്തില്ല, ഇവിടുത്തെ ലോജിക് ആൻഡിൽ റിവേഴ്സലൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ട്രേഡ് സെറ്റപ്പ് ഒന്നുമില്ല. നമ്മളെ റെഫറൻസ് കൃത്യമായിട്ട് നോക്കുന്നു, ലെവൽ എടുക്കുന്നു, ട്രേഡ് എടുക്കുന്നു, നമ്മളെ പ്രോഫിറ്റ് എടുക്കുന്നു, ടെർമിനൽ ക്ലോസ് ചെയ്യുന്നു. ആ രീതിക്കുള്ള ഒരു ട്രേഡ് സെറ്റപ്പാണ് നമ്മൾ ഇവിടുത്തെ ട്രേഡിംഗ് ഫ്ലോറിൽ നടന്നു വരുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക, DM me, ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. സോ നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും നല്ല കിടിലൻ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. അതുകൂടാതെ ഈ പീരീഡിൽ അപ്പർ സൈഡിൽ, അതായത് ഈ പീരീഡിന്റെ ടൈമിൽ വന്ന അപ്പർ സൈഡ് ട്രേഡും കൂടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയായിരുന്നു. കോൾ സൈഡിലും പൊസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഉച്ചയ്ക്ക് 11:45 ശേഷം വന്ന ട്രേഡാണ്. സോ അത് പ്രകാരമുള്ള ട്രേഡിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയും നമ്മളെ ടാർഗറ്റ് ഹിറ്റായ ദിവസവും കൂടി ആയിരുന്നു. നിഫ്റ്റി ടാർഗറ്റ് ഹിറ്റായിരുന്നു. കിടിലൻ ദിവസം ആയിരുന്നു ഇന്ന് കടന്നു പോയത്. ഇന്ന് വന്ന നമ്മളെ രണ്ട് ഡേറ്റ നിഫ്റ്റി നമ്മളത് ബാക്ക് ടു ബാക്ക് നമുക്ക് പോസിറ്റീവായ ഡേറ്റയാണ് നമ്മുടെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ വൈകിട്ട് 4 മണിക്ക് വന്ന നമ്മളെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ 4.6ന്റെ സ്ഥാനത്ത് 4.31 വന്നത്. അതായത് നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ RBIയുടെ അണ്ടർ പ്രകാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊരു പോസിറ്റീവായ ഒരു മൂവ്മെന്റ് ആണ് നമ്മുടെ മാർക്കറ്റിന് വരുന്നത്. RBI വിചാരിക്കുന്ന പോലെ തന്നെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നു എന്ന് കൃത്യമായിട്ടൊരു സൂചന നൽകിക്കൊണ്ടാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ കുറഞ്ഞിരിക്കുന്നത്. 5.22 പ്രതീക്ഷിച്ചു, പഴയതായിരുന്നു. അവിടെ നിന്നും 4.6 പ്രതീക്ഷിച്ചു, അതിൽ നിന്ന് 4.31 കിട്ടിയായിരുന്നു. അതേപോലെ ക്യുമുലേറ്റീവ് പ്രൊഡക്ഷൻ കുറച്ച് കുറവായിരുന്നു, പക്ഷെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറഞ്ഞു. അതായത് 5ൽ നിന്ന് 3.9 പ്രതീക്ഷിച്ച സ്ഥാനത്ത് 3.2 വന്നു. അത് കുറച്ച് നെഗറ്റീവായ ഒരു സംഗതിയാണ്. ഇൻഫ്ലേഷൻ കുറഞ്ഞത് വളരെ പോസിറ്റീവാണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറഞ്ഞത് നെഗറ്റീവാണ്. നമ്മുടെ എക്കണോമി കോൺട്രാക്ട് ആവുന്നതിന് തുല്യമാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറയുന്നത്. അതായത് നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ കുറയുന്നു പറഞ്ഞാൽ പണപ്പെരുപ്പം കുറയുന്നു. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യത്തിൽ RBIയുടെ ഭാഗത്ത് ഒരു അയവ് വീണ്ടും വരാനുള്ള ചാൻസ് ഒക്കെ കാണാനുള്ള ചാൻസ് കാണുന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മിക്സഡ് ആയ രീതിയിലുള്ള ഡേറ്റയാണ് നമ്മുടെ ഇന്ത്യ മാർക്കറ്റിൽ വന്നത്. അമേരിക്ക മാർക്കറ്റിൽ വന്ന ഡേറ്റ കുറച്ച് നെഗറ്റീവാണ്. നമ്മുടെ കോർ CPI ജാനുവരി മാസം 3.2 ഇന്ന് 3.1 പ്രതീക്ഷിച്ചു, 3.3 വന്നു, അത് നെഗറ്റീവാണ്. അതേപോലെ 0.2 വന്ന കോർ CPI വന്ന് 0.4 വന്നു, 0.3യെ കാട്ടി 0.4 വന്നു. CPI മന്ത് ഓൺ മന്ത് ജാനുവരി അതും കൂടി. അതപ്പം പൊതുവെ പറഞ്ഞ CPI ഇയർ ഓൺ ഇയറും അത് 2.9 സ്ഥാനത്ത് 3 വന്നു. അപ്പം ചുരുക്കി പറഞ്ഞ അമേരിക്കൻ മാർക്കറ്റിലെ ഡേറ്റകളൊക്കെ നെഗറ്റീവാണ് നമ്മളെ സംബന്ധിച്ച്. ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഈ സമയം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഡൗ ജോൺസ് ഒരൊറ്റ ആടി അടിച്ച് താണ്ട ഒരു പടപടാന്ന് ഏകദേശം പറഞ്ഞാൽ 44,600 കിടന്ന ഡൗ ജോൺസ് 44,175 വന്നു. അതേപോലെ നമ്മളെ നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ ഒരു ഒറ്റ അടി 23,165 കിടന്ന നിഫ്റ്റി 22,982 വന്നു. ചുരുക്കി പറഞ്ഞാൽ 23,040 ഭാഗത്തേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പൊതുവെ ഒരു മിക്സഡ് ആയ ഡേറ്റ മാർക്കറ്റിൽ നിൽക്കുന്നു. ആ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള കൊണ്ടുള്ള വെടി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ആശാൻ പറഞ്ഞു, ഇപ്പൊ ഗാസയ്ക്കെതിരെ എന്താണ് പലസ്തീൻ വിഷയത്തിലുള്ള ഗാസയ്ക്കെതിരെ എന്തോ ചെയ്യാൻ പോകുന്നു, അത് ഞാൻ ഇനിയും ഗാസയെ ആക്രമിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അയാള് നമ്മളെ ഈ ബിസിനസ് വാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആശാൻ. നമ്മളെ പോലുള്ള ട്രേഡേഴ്സിന് അതൊരു പോസിറ്റീവായ ഘടകമെന്ന് ഞാൻ ബാക്കി എക്കണോമിക് ഒരു നെഗറ്റീവ് ആണെങ്കിൽ കൂടി ആസ് എ ട്രേഡർ ഞങ്ങൾക്കത് പോസിറ്റീവായ ഒരു ഘടകവും കൂടെയാണ്. സോ നമ്മുടെ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുമ്പം വല്ലാത്തൊരു വൃത്തികെട്ടൊരു ക്ലോസ് മാർക്കറ്റിലെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ നമുക്കിത് കൃത്യമായി നോക്കാം. ഇനി വേറെ ഡേറ്റ ഒന്നും വരാനില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഡേറ്റ പോസിറ്റീവ് ആണ് ഒരെണ്ണം, ഒരു സ്റ്റേറ്റ് നെഗറ്റീവ്. സോ മിക്സഡ് ആണ്. അമേരിക്കൻ ഡേറ്റയിൽ വന്നത് കാലൊക്കെ നെഗറ്റീവ് ആണ്. സാധാരണ അമേരിക്കൻ ഡേറ്റയിൽ പോസിറ്റീവ് വരുമ്പോൾ മാർക്കറ്റ് അടിക്കുന്നു. ഇപ്പൊ നെഗറ്റീവ് വന്നത് ചിലപ്പോൾ അടിച്ചതിന് ശേഷം വേണമെങ്കിൽ അവർ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട്, ഇൻഫ്ലേഷൻ കൂടിയോണ്ട് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് വേണമെങ്കിൽ തിരിച്ച് റിവേഴ്സും ചെയ്യാം അമേരിക്കൻ മാർക്കറ്റ്. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അവ അടിക്കോ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ല. ഗോൾഡിൽ ഒരു സെല്ലിംഗ് ഒക്കെ വന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി അതെന്താണ് ഗോൾഡ് സെല്ലിംഗ് പറഞ്ഞത്. കാരണം ഗോൾഡും ക്രൂഡും നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. നമ്മളെ റുപ്പി ഇന്ന് ഇപ്പോൾ 86.943 ഭാഗത്ത് റുപ്പി നിൽക്കണം. റുപ്പി ഒന്ന് കുറച്ച് കയറിയിട്ടുണ്ട്. റുപ്പി ഇപ്പോൾ RBI ഇന്റർവെൻഷൻ വന്നതിന് ശേഷം കുറച്ച് ഇറങ്ങി വന്ന റുപ്പി തിരിച്ച് വീണ്ടും കയറി വരുന്നത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് കൂട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. നമ്മളെ സംബന്ധിച്ച് വളരെയധികം, കാരണം നമ്മൾ ഏറ്റവും വലിയ ഗോൾഡ് ഇമ്പോർട്ടറാണ്, ഏറ്റവും വലിയ ഓയിൽ ഇമ്പോർട്ടറാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ ക്ഷീണമാണ് നമ്മളെ സംബന്ധിച്ച് ആ ഗോൾഡ്. ഇത് ഏതാണ് നമ്മളെ USD അപ്രീസിയേഷൻ വരുന്നത്, നമ്മളെ പൈസ എന്താണ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ രൂപ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി നോക്കേണ്ട മാർക്കറ്റ് പ്രൊഫൈൽ വെക്കാനുള്ള ലെവൽ എന്തൊക്കെയാണ്, അത് വെച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡേറ്റയൊക്കെ അനലൈസ് ചെയ്യാം. സോ ഇന്ന് നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റി പ്യുവർലി ഒരു ന്യൂട്രൽ ഡേ ഡൗൺ ആയിരുന്നു. നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിഫ്റ്റി അപ്പർ സൈഡിൽ ഒരു ബ്രേക്ക് തന്നായിരുന്നു നിഫ്റ്റി. അതേപോലെ നിഫ്റ്റി താഴേക്ക് ഇറങ്ങി ഡൗൺവേർഡ് സൈഡിൽ അവൻ ബ്രേക്ക് ചെയ്യുന്നു തന്നായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ന്യൂട്രൽ ഡേ ആണ് ഇന്ന്. ഏകദേശം പറഞ്ഞാൽ നിഫ്റ്റി സ്പോട്ട് ക്ലോസ് ആയിരിക്കുന്ന 23,045-ഉം നമ്മുടെ ഇത് നിൽക്കുന്നത് POC നിൽക്കുന്ന 22,971 ഭാഗത്തോടെ നിൽക്കാം. നമുക്ക് ആദ്യം POCയുടെ ഒരു ആ മാർക്ക് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കാം. അപ്പോൾ സോ എന്താണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള 22,900 നിഫ്റ്റിയുടെ POC എന്ന് പറയുമ്പം 22,971, അത് 971. അപ്പം ഞാനത് മാർക്ക് ചെയ്യണേ. 22,971 ആണ് നിഫ്റ്റിയുടെ POC. സോ 22,971 ആണ് നമ്മളെ POC നിൽക്കുന്നത്. നമ്മളെ നിഫ്റ്റി സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന 23,045, വെറും 26 പോയിന്റ് മൈനസിലാണ് നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. സോ 22,971 ആണ് നമ്മുടെ POC. ഈ POC പൊട്ടിയാൽ നല്ല അടപടാന്ന് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നാളെ എക്സ്പയറിയും കൂടെയാണ്, എങ്ങനെ വേണോ മാർക്കറ്റ് ബിഹേവ് ചെയ്യാം. സോ എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തോളുക, 22,866 ആണ് സ്പോട്ടിൽ ഞാൻ ബെയറിഷ് വെക്കുന്നത്. എത്രയാണ്? 22,866 ആണ് എന്നെ സംബന്ധിച്ചുള്ള സ്പോട്ടിന്റെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 22,866 സ്ഥാനത്താണ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ് എവിടെയാണ്. ഇനി ബുള്ളിഷ് റെഫറൻസ് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാരാമീറ്റർ ആണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് വ്യക്തമായിട്ട് മാർക്ക് ചെയ്യാം. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോളുക, നമ്മളെ സംബന്ധിച്ച് ഇന്നലത്തെ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ഹൈ, അതായത് 23,140 മുകളിൽ മാത്രമേ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. 23,140 23,145 മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് റെഫറൻസ് 23,145 മുകളിൽ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ബുള്ളിഷ് റെഫറൻസ് മാർക്ക് ചെയ്തു, ബെയറിഷ് മാർക്ക്. ഇനി ബുള്ളിഷിന് മുകളിൽ പോയാൽ 23,145 മുകളിൽ പോവുകയാണെങ്കിൽ 23,188 ഈ POC, ഇന്നലത്തെ POC 23,188 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ഥാനം ഇന്നലത്തെ POC R1 വരാം. R1 ആ ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു. വളരെ ചുരുക്കി അടുത്ത് നിൽക്കുകയാണ് അടുത്തേക്കുന്നത്. ആ 188 പൊട്ടുകയാണെങ്കിൽ അടുത്ത് വരാൻ പോകുന്നത് 23,240, 23,240. അടുത്ത 23,240, 23,000 R2 എന്ന് പറയുമ്പോൾ 23,240, 23,240 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കും. അതിനു മുകളിൽ R3 എന്ന് പറയുന്നത് വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ ഒരു POC ആയ 23,301 ഭാഗത്തേക്കും വരാം. 23,301 ഭാഗത്തേക്കും വരാം. 23,301 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ അടുപ്പിച്ച് നമ്മൾ ഈ വീട് കെട്ടുമ്പോൾ കല്ലിന് ചേർത്ത് വെച്ചിരിക്കുന്ന പോലെ അടുപ്പിച്ചൊക്കെയാണ് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്. ഈ രീതിക്കുള്ള മൂവ്മെന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴേക്ക് വരുമ്പോൾ എവിടെ പോകാം? താഴേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ, ബെയറിഷ് റെഫറൻസ് പൊട്ടി വരുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോ അല്ലെങ്കിൽ ഈ POC ആണ് ടാർഗറ്റ്. 22,775 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. താഴേക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുണ്ട്. 22,775 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. 22,775 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. ഇതാണ് S1 എന്ന് പറയുന്ന ഒരു ഏരിയ.
അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ അതിന് താഴെ നേരെ അടുത്ത വരുന്നത് ST. കൃത്യമായി നിങ്ങൾ ഓർത്തോളാം. S2 എന്ന് പറയുമ്പോൾ അടുത്തത് ഈ ഭാഗത്ത് കുറേ സപ്പോർട്ടുകൾ നേരത്തെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് നോക്കുമ്പോൾ ആ S2 കൃത്യമായി നമുക്ക് വാലിഡേറ്റ് ചെയ്യണമല്ലോ. സോ 22,775 പൊട്ടുകയാണെങ്കിൽ പഴയ ഒരു, നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, പഴയ പണ്ടത്തെ PUCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ 22,775 പൊട്ടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ആ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഭാഗം വരും. അത് ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. 22,770 പൊട്ടുന്ന സമയത്ത് മാർക്കറ്റ് എവിടം വരെ പോവാം? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏറ്റവും വലിയ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ആ ഭാഗങ്ങളിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതിപ്പം നിങ്ങളെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, പഴയ എത്രയോ ദിവസത്തെ ബാക്കിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് അത് കഴിഞ്ഞ ഏത് മാസത്തേക്ക് പോകുന്നു? ജൂലൈ മാസത്തെ ആ ഒരു ലെവൽ, അതായത് ജൂൺ, നമ്മളെ അറിയാലോ ഇലക്ഷൻ സമയത്ത് June 4th ആ ഒരു രീതിയിലേക്കുള്ള ഒരു പോക്കാണ് ഈ മാർക്കറ്റ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, കുറേ ദിനങ്ങൾ ഞാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുന്നുണ്ടോ? വരുന്നുമില്ല. നമ്മൾ ടാർഗറ്റ് ഇത് ക്ലിയർ ആയാലോ ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ അതിന് ഫസ്റ്റ് ടാർഗറ്റ് എന്നല്ല 22,775 കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ച് 22,672 എന്ന് പറഞ്ഞ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ, 22,672 സ്പോട്ടിൽ 22,672 എന്നെ സംബന്ധിച്ചുള്ള S2. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തേക്കുക. S2 താഴെ നിങ്ങൾ പ്രതീക്ഷ വയ്ക്കേണ്ട, അത്രയും വലിയ മൂവ്മെന്റ് വരാൻ ചാൻസ് കുറവായിരിക്കും, വരുന്നില്ല എന്നല്ല, കുറവായിരിക്കും. സോ 22,866 പൊട്ടുകയാണെങ്കിൽ 22,775, 22,672. നമ്മൾ ആ സ്ഥലത്ത് ഏത് പ്രൊഫൈലിന്റെ ഭാഗത്തേക്കാണ് എൻ്റർ എന്ന് അറിയാമോ? ഈ പ്രൊഫൈലിന്റെ അതായത് 6ാം തീയതി, അതായത് ജൂൺ മാസം 6ാം തീയതി ഉള്ള പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് എൻ്റർ ചെയ്യും. അത് ആക്ച്വലി 22,750 പൊട്ടുകയാണെങ്കിൽ നമ്മളെ ബഡ്ജറ്റ് ഡേയുടെ POC ആയ അതായത് അറിയാലോ 22,200 ബഡ്ജറ്റ് ആ ദിവസം ഉള്ള 22,229 എന്ന് പറഞ്ഞ ഈ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ഡേയുടെ POC. ഈ POC കണ്ടോ, 21,220, അത് ഈ ഭാഗത്തേക്ക് കണ്ടോ, ഈ ഒരു ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 22,775 പൊട്ടുകയാണെങ്കിൽ 22,230 വരെ മാർക്കറ്റ് സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഇടയ്ക്ക് ചെറിയൊരു ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ കൂടി ചാൻസസ് വളരെയധികം കൂടുതലാണ്. നമുക്കിനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ലെവൽ എന്തൊക്കെയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ പോലെ തന്നെ ആയിരുന്നു, ഒരു ന്യൂട്രൽ ഡേ ആയിരുന്നു സ്പോട്ടിൽ നടന്നത്. പക്ഷെ അവൻ കുറേ ദിവസമായിട്ട് നമ്മുടെ ആ ഏരിയ തന്നെ കിടന്ന് കളിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇത് വച്ചിട്ടില്ല. ഇന്നത്തെ POC വന്നിരിക്കുന്ന 49,225 ഭാഗത്താണ് POC നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ നമ്മുടെ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് 49,225 നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ POC. അതിന് മുകളിലാണ് സ്പോട്ട് ക്ലോസ് ചെയ്യിക്കണം. സോ താഴെയാണ് POC ഇരിക്കുന്നത്, 49,225 നിൽക്കണം. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 49,526 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇത് ക്ലോസ് ചെയ്യിക്കണം. സോ നമുക്ക് ഇനി നോക്കാം, നമ്മളെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് 48,684 ആണ്. 48,684 താഴെ മാത്രമേ ഒരു സെല്ലിംഗ് ഉള്ളൂ. 48,684 താഴെ മാത്രമേ ഞാൻ ഇനി ഒരു സെല്ലിംഗ് എടുക്കുന്നുള്ളൂ. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു POC ആണ്, 48,684 ആണ്. ഇനി നമുക്ക് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഒരു കാര്യം കൃത്യമായി ഓർത്തോളാം, 49,500 അല്ല, ഇതാണ് നമ്മളെ സംബന്ധിച്ച് 49,718. എത്രയാണ്? 49,718 ബുള്ളിഷ് റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 49,718, 49,718 അതും കൂടെ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ബുള്ളിഷുമായി നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസുമായി. നമുക്ക് ഇനി നോക്കേണ്ടത് മാർക്കറ്റിൽ മുകളിലോട്ട് പോയാൽ എവിടം വരെ പോകാം. സോ 49,718 പോവുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ POC ആണ്, 49,925. നമ്മുടെ ടാർഗറ്റ് ഫസ്റ്റ് 49,925 എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു POC. ഇതാണ് നമ്മളെ R1, അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് R2 എന്ന് പറയുമ്പോൾ എവിടെയാണ്? 49,000 നമ്മൾ അടുത്ത മുകളിൽ വരുന്നത്, നമുക്ക് അടുത്ത എത്രയാണ്? 50,250 എന്നാണ് ഈ POC. സോ 50,250 എന്ന് പറഞ്ഞാൽ അടുത്ത POC 50,000. R2 എന്ന് പറയുമ്പോൾ R2 50,255. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള അടുത്ത ഒരു ലെവൽ 250. സോ 50,250 അതും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. പക്ഷേ ക്ലിയർ ആയല്ലോ, R1ഉം R2ഉം ക്ലിയർ ആയി. ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് 48,684 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് കുറച്ച് ബാക്കിലോട്ട് പോവേണ്ടി വരും പഴയ POC നോക്കാൻ. എന്നാലും ഒരു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 48,435.
48,435 S1. ഇത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. S1 ആണേ, അത് മാർക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് S2 എന്ന് പറയുന്നത് എവിടെ വരും? നേരെ ഈ POC 48,075 എന്ന് അല്ല 48,000 ഈ POCയുടെ ഭാഗം 48,075 എന്ന് പറഞ്ഞാൽ ഈ POC 48,075 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മൊമെന്റം വരാനുള്ള ചാൻസ് നാളെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ ഡേ ആയതുകൊണ്ട് ന്യൂട്രൽ ഡേ മെജോറിറ്റി സമയത്ത് ട്രെൻഡ് ഡേ ആവാനുള്ള ചാൻസ് ഉണ്ട്. ചില ദിവസങ്ങളിൽ അത് ബാലൻസിങ് തരാനുള്ള ചാൻസും കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നാളെ ഒന്നുകിൽ ബാലൻസ് ആവാം, അല്ല എങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റിംഗ് മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ട്രിവാൻഡ്രത്ത് ട്രേഡിംഗ് ഫ്ലോർ ഉണ്ട്. ഇവിടെ വരിക, നമ്മൾ ഒരുമിച്ചിരുന്ന് എല്ലാ ലെവൽസും വാച്ച് ചെയ്ത് നമ്മൾ ട്രേഡിംഗ് എടുക്കും. സോ നിങ്ങൾക്ക് നിങ്ങൾ ട്രിവാൻഡ്രംകാരാണെങ്കിൽ, തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, നമ്മുടെ ലൊക്കേഷനിൽ വരാം, നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ടെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അകറ്റി നമുക്ക് പ്രോഫിറ്റബിൾ രീതിയിലുള്ള ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് പോകാനുള്ള എല്ലാ ഹെൽപ്പും ഇവിടെയുള്ള മെൻറ്റേഴ്സും ഞാനും നിങ്ങൾക്ക് തരുന്നതാണ്. സോ വീഡിയോ കാണുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.